ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് സ്ലൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു സ്നാക്ക് എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം മധുരമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്ലൈസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടെന്ന് നോക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു അടികട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ 2 വലിയ ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒരു നുള്ള് നമ്മുടെ റെഡ് ഫുഡ് കളർ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതിനുശേഷം ഞാൻ കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിനെ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു നൂൽ പരുവം എന്നൊക്കെ പറയില്ല, അതിന് തൊട്ട് മുന്നേ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിതായിപ്പോൾ ഇതുപോലെ ഒന്ന് കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് മുരിയിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡിനെയൊക്കെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രെഡിനെ ഒന്ന് മുക്കിയിട്ട് എടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അത് വലിച്ചെടുത്തോളും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം നമ്മളിതിനെ ഇട്ട് വെക്കേണ്ട. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചു കൊടുത്ത ശേഷം നമ്മളിതിനെ കോരി മാറ്റാം. അതിനുശേഷം ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം നമ്മുടെ ഈ കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് സ്ലൈസിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ക്രിസ്മസിനൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടൊരു സ്ലൈസസ് ആണിത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വേൾഡ് വ്ളോഗ്സ് 786 എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.